ഹലോ എവരിവൺ, നമുക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നത് ഇന്ത്യൻ നേവിയുടെ MR ആണ്. ഓക്കെ, MR മാത്രമല്ല SSR വിളിച്ചിട്ടുണ്ട്, NA വിളിച്ചിട്ടുണ്ട്, ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ് വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഇന്ത്യൻ ആർമിയുടെ എല്ലാം കൂടെ 2 വീഡിയോ ആയിട്ട് ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞു ആകെ കൺഫ്യൂഷൻ ആവുണ്ട്, നമുക്ക് വേറെ വേണമെന്നുള്ളത് അല്ലെ. അപ്പൊ ഇത് ഓരോന്നും ഓരോ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ചോദിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, ഇന്ത്യൻ ആർമിയുടെ അപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്ലൈ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വേഗം പോയിട്ട് അപ്ലൈ ചെയ്യുക. എടാ 17 വയസ്സ് തികഞ്ഞാൽ മതി. നമ്മൾ പറയുന്ന ഡേറ്റ് ഓഫ് ബർത്തിൽ 17 വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഏകദേശം +2 കഴിയുന്ന പിള്ളേർക്കൊക്കെ ഈ ഒരു ഏജ് ആയിട്ടുണ്ടാവും. ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, പോയി അപ്ലൈ ചെയ്തോളാം. പഠിച്ചിട്ടില്ലേലും കുഴപ്പമില്ലടാ, പ്രോപ്പർ ആയിട്ട് 3 മാസം നിങ്ങൾക്ക് ടൈം ഉണ്ട്. നേവി ആണെങ്കിൽ ഏകദേശം 1.5 മാസമേ ഉള്ളൂ, അത് വേറെ കേസ്. അതുപോട്ടെ ആർമി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 3 മാസത്തോളം ടൈം ഉണ്ട്. പ്രോപ്പർ സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചാൽ നിങ്ങൾക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതെന്റെ ഉറപ്പാണ്. കാരണം അത്രയും ഉള്ളടാ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്, വെറുതെ നിങ്ങൾ ഈ വെക്കേഷൻ കളിച്ചു കിടക്കരുത്. ഒരു 2 മാസം +2 കഴിഞ്ഞിട്ടുള്ള ഒരു 2 മാസം നിങ്ങൾ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്താൽ നിങ്ങളെ ലൈഫ് എന്തായാലും ബെറ്റർ ആയിരിക്കും. ഇത് ഞാൻ ഉറപ്പ് പറയാണ്. ബാക്കിയുള്ളവരെ പോലെ ആവരുത്. നിങ്ങൾക്ക് ഒരു പർപ്പസ് വേണം, ഒരു ലക്ഷ്യം വേണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ട്രൈ ചെയ്യണം. ഞങ്ങളുണ്ട് കൂടെ കേട്ടോ. എനിക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്ത് ചെയ്തോ, ഒരു മടിയും വേണ്ട. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലോ എവിടെ എന്ത് സംശയം ചോദിക്കാം. ഓക്കെ, ഇനി നമ്മുടെ അഗ്നിവീർ ബാച്ചിന്റെ കാര്യം ഞാൻ ഒന്നും കൂടി പറയാം. അഗ്നിവീർ നമുക്കൊരു ബാച്ച് ഉണ്ടായിരുന്നു, അത് നമ്മൾ ഓൾമോസ്റ്റ് ഫിൽ ആയിട്ടുണ്ട്. ബാച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, 30 കുട്ടികളായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ വീണ്ടും കുട്ടികൾ അഡ്മിഷൻ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ബാച്ചും കൂടി സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അതിന് താല്പര്യമുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, താഴെ ഞാൻ നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ QR കോഡ് കൊടുക്കുക. അതിൽ സ്കാൻ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ കോൾ ബാക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി MR നോക്കണം. 10th പാസ് ആയിട്ടുള്ള ആർക്കും അത് 50% നിങ്ങൾക്ക് എന്ത് ചെയ്യണം, 10th ഓവറോൾ മാർക്ക് ഉണ്ടായിരിക്കണം. 10ാം ക്ലാസ് 50% മാർക്കോടുകൂടി പാസ്സായത്. എന്താണ് MR, എന്തൊക്കെയാണ് റോള്, അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റഡി പ്ലാന് മൊത്തം അടങ്ങുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങൾ ഇത് മുഴുവൻ കാണുക മാത്രമല്ല എന്ത് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും മറ്റും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. കാരണം നമുക്ക് നിങ്ങൾ എത്രത്തോളം ഷെയർ ചെയ്യുന്നു, അതേപോലെ നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു, അതിനനുസരിച്ച് നമ്മൾ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ തരാം. നമ്മൾ ഓൾറെഡി അഗ്നിവീറിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി എത്രത്തോളം ബെറ്റർ ആണെന്നുള്ള ക്ലാസ്. ഓക്കെ, നമ്മൾ ഓൺലൈൻ കോഴ്സിൽ എൻറോൾ ചെയ്ത പിള്ളേർ എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഇനി ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഏപ്രിൽ 10-ാം തീയതിയാണ്. ഓക്കെ, അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 29-നാണ് കേട്ടോ. മാർച്ച് 29-നാണ് അന്നേ അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങുള്ളൂ. ഓൺലൈൻ പോർട്ടൽ ഓണുള്ളൂ. അതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്ന പോർട്ടൽ കിട്ടുന്നതിൽ പറഞ്ഞ ദയവ് ചെയ്ത് മെസ്സേജ് അയക്കരുത്. ആ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. മാർച്ച് 29-ആണ് സ്റ്റാർട്ടിംഗ് ഡേറ്റ് വരുന്നത്. അപ്പൊ മൊത്തം ഡീറ്റെയിൽ, സിലബസ് എന്താ, അപ്ലിക്കേഷൻ പ്രോസസ് എങ്ങനെയാ, അതേപോലെ എന്താണ് ഫിസിക്കൽ ക്രൈറ്റീരിയ വരുന്നത്, അങ്ങനെ മൊത്തം കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം കേട്ടോ. നോക്കടാ, ഇമ്പോർട്ടന്റ് ഡേറ്റുകൾ നോക്കടാ. ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 29 മാർച്ചാണ് ഞാൻ പറഞ്ഞു. അപ്പൊ 29 മാർച്ചിന് രാവിലെ തന്നെ പോയിട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഏപ്രിൽ 10-ാം തീയതിയാണ്. അപ്പൊ 10-ാം തീയതി എന്ത് ചെയ്യാം, 10-ാം തീയതി ആവാൻ നിൽക്കരുത്, അതിന് മുമ്പ് പോയി ഇതായിക്കോണം. കാരണം ഇതിന് നിങ്ങൾക്ക് കുറച്ച് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ നേരത്തെ എടുത്ത് വെച്ചിട്ട് പോയിട്ട് ചെയ്യാം കേട്ടോ. വിസയിലൊക്കെ വേണം അതിന്. ഓക്കെ, ഇനി ഫീ പേയ്മെന്റ് നിങ്ങൾ 10-ാം തീയതി തന്നെ ചെയ്യാം. ചിലതിന് ഫീ പേയ്മെന്റ് ചിലപ്പോൾ ഡിലേ ഒക്കെ കൊടുക്കാറുണ്ട്. ഇവിടെ 10-ാം തീയതി തന്നെ ഉള്ളൂ. അതും 10-ാം തീയതി വൈകുന്നേരം 5 മണി വരെ ഉള്ളൂ നോക്കുക. ഓക്കെ, എക്സാം ഡേറ്റ് വരുന്നത് മെയ് ലാസ്റ്റോടെ കൂടി ആയിരിക്കും. മെയ് ഒരു 15 ശേഷം നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇതിന് എക്സാം അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ പേടിക്കേണ്ട, നമ്മൾ പ്രോപ്പർ സിലബസും അതുപോലെ തന്നെ പഠിക്കേണ്ട എന്താണെന്നും കാര്യങ്ങളൊക്കെ ഉള്ള വേണമെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, അഗ്നിവീർ നേവിക്കും നമ്മൾ എന്ത് ചെയ്യാം ഒരു ക്ലാസ് തരാം. അഗ്നിവീർ ആർമിക്ക് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാം, താഴെ ഞാൻ ഫോളോ കൊടുക്കാം. ക്ലാസ് വേണമെന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതന്നിരിക്കുന്നതാണ്. അഡ്മിറ്റ് കാർഡ് എക്സാമിന് ഒരു 7 ദിവസം മുമ്പൊക്കെ വരുന്നതാണ്. ഓക്കെ, റിസൾട്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയും. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു കൺഫേം ഫ്രം ദ അതായത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കരുതാണ്. പിന്നെ കറക്ഷൻ ഡേറ്റ് ഞാൻ അഗ്നിവീറിന്റെ ആർമിയുടെ കേസിൽ പറയാൻ വിട്ടുപോയതാണ്. ഇവിടെ നിങ്ങൾക്ക് കറക്ഷൻ ഡേറ്റ് ഉണ്ടാവും കേട്ടോ. കറക്ഷൻ ഡേറ്റ് 14, 15, 16 ആണ്. ഓക്കെ, അതിനുള്ളിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ മാക്സിമം തെറ്റ് വരുത്താതെ അപ്ലൈ ചെയ്യാം. ഓക്കെ, തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഡേറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, എടാ ഇതിന് അപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. അപ്ലിക്കേഷൻ ഫീ വരുന്നത് ജനറലിന് 550 ആണ്, SC STക്കും ഉണ്ട് 550 കേട്ടോ. ഇവിടെ എന്തില്ല, അങ്ങനെ കൺസിഡറേഷനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, അത് ഓർക്കാം. നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അതുപോലെ ഇന്റർനെറ്റ് ബാങ്കിങ് ഒക്കെ വഴി എന്ത് ചെയ്യാവുന്നതാണ്, ക്യാഷ് പേ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നോക്കടാ, ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം. എടാ ഇവിടെ നിങ്ങൾക്ക് 3 എണ്ണം കാണാൻ മാറും. അതായത് ഒന്നാമത് 2/2025 നമുക്ക് 2/2025 വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, അതും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ബോൺ ബിറ്റ്വീൻ September 1, 2004 to February
29/2008, അതായത് ഫെബ്രുവരി 29, 2008 വരെ, സെപ്റ്റംബർ 1, 2004 മുതൽ ഫെബ്രുവരി 29, 2008 വരെ ജനിച്ച ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? 0/2025 അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി 01/2026 നോക്കടാ, ബോൺ ബിറ്റ്വീൻ ഫെബ്രുവരി 1, 2005 ടു ജൂലൈ 31, 2008, ഇതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫെബ്രുവരി 1, 2005 മുതൽ ജൂലൈ 31, 2008 വരെയുള്ള ആൾക്കാർക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി 02/2026 ബാച്ച്, അതായത് നിങ്ങൾ നോക്കണം 02ഉം 01ഉം ഇവിടെ വിളിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇനി ഈ വർഷം ആർമിയുടെ നേവിയുടെ എന്തുണ്ടാവില്ല, നേവിയുടെ പുതിയ ഇത് വന്നു വരില്ല, ഇനി 2026 വന്നു വരില്ല, രണ്ടും വിളിച്ചിട്ടുണ്ട് ഇവിടെ കേട്ടോ. ഇവിടെ നോക്കടാ, ബോൺ ബിറ്റ്വീൻ ജൂലൈ 1 മുതൽ 1, 2005 മുതൽ ഡിസംബർ 31, 2008 വരെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് 2004 മുതൽ 2008 വരെ ജനിച്ച ആൾക്കാർക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അഗ്നിവീർ MR എന്ന് വെച്ചാൽ എന്താണെന്നാണ് ഞാൻ പറയാൻ പോണത്. അതായത് MR എന്ന് പറഞ്ഞാൽ ആക്ച്വലി മറ്റേ SSR പോലെ അല്ല, അതിന് താഴെ വരുന്ന ഒരു പോസ്റ്റ് ആണ്. ദാറ്റ് മീൻസ് ഷെഫ്, അവിടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഷിപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾ കരയിലൊക്കെ ആവുന്ന സമയത്ത്, ക്യാമ്പിലൊക്കെ ആവുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യണം? കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതാണ് ഒന്നാമത്തെ പണി ഉണ്ടാവുക. അവിടെ നിങ്ങളുടെ സ്കിൽ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ട്രേഡിലേക്ക് മാറ്റുന്നത്. പിന്നെ സ്റ്റ്യൂവേർഡ്, ഓക്കെ, സ്റ്റ്യൂവേർഡിന്റെ പണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മറ്റേ നമ്മളെ ഈ ഫുഡ് വെച്ച് കൊടുക്കുക, അതുപോലെ ക്ലീനിങ്, അങ്ങനത്തെ പരിപാടികളൊക്കെ, ഹൈജീനിസ്റ്റ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. ഇങ്ങനത്തെ പരിപാടികൾ എന്തുണ്ടാവുക? MR ഉണ്ടാവുക. ഓക്കെ, ക്ലാസ് 10 ചോദിക്കുന്നത്. റെക്കഗ്നൈസ്ഡ് ബോർഡ്, നിങ്ങൾ കേരള CBSE നമ്മളൊക്കെ എന്താണ് കേരള റെക്കഗ്നൈസ്ഡ് ബോർഡ് എന്നാണ്, അപ്പൊ നമുക്ക് കുഴപ്പമില്ല കേട്ടോ. ഇനി അടുത്ത് നോക്കടാ, സെലക്ഷൻ പ്രോസസ്സ് നമുക്കറിയാം, എന്നാലും ഞാൻ വെറുതെ പറയുന്നുള്ളൂ. സ്റ്റേജ് 1 ഒരു എൻട്രൻസ് എക്സാം ഉണ്ടാവും, അതായത് നമ്മളെ കമ്പ്യൂട്ടർ ബേസ്ഡ് OMR ടെസ്റ്റ്. ഇനി സ്റ്റേജ് 2 ഫിസിക്കൽ ഉണ്ടാവും, അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും, മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. ഇത്രയാണ് വരുന്നത്. നമുക്ക് ഓരോന്നും വേണ്ട ഡോക്യുമെന്റ്സും കൂടി അതിന് ശേഷം നോക്കാം. 50% നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതിന്റെ നിങ്ങൾ 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ അവിടെ സ്കാൻഡ് കോപ്പി കൊടുക്കുക. മാക്സിമം സ്കാൻഡ് കോപ്പീസ് കൊടുക്കുക, ഫോട്ടോ എടുത്ത് കയറ്റരുത്. ഇനി അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാര് ഇവിടെ ഞാൻ നമ്പർ കൊടുക്കുക, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യും. ഓക്കെ, ഈ നമ്പറിൽ ഞങ്ങൾ അപ്ലൈ ചെയ്ത് തരാം. ഒരു ലിങ്കിൽ ലൈവ് ഫോട്ടോ എടുക്കാണ്ടാവും, അത് എങ്ങനെയാന്നുള്ളൊരു വീഡിയോ അയച്ചു തരാം കേട്ടോ. ഞങ്ങൾ അപ്ലൈ ചെയ്ത് തരാം, വെറുതെ മണ്ടത്തരങ്ങൾ കാണിക്കണ്ട. ഇനി എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ് ആൻഡ് മാർക്ക് ഷീറ്റ് അവിടെ കൊടുക്കണം. അതുപോലെ തന്നെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, ഡൊമിസൈൽ ഇപ്പൊ തന്നെ നിങ്ങൾ പോയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മൾ കുറച്ച് ഡിലേ ആവുന്നുണ്ട് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നേരത്തെ ചെയ്തത്. നിങ്ങൾ എന്ത് ചെയ്യാം? ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഇന്ന് തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമിസൈൽ കിട്ടാൻ 2-3 ദിവസം ഡിലേ ചിലപ്പോൾ വരാറുണ്ട്. ഓക്കെ, ഇനി NCC ഉണ്ടെങ്കിൽ കൊടുക്കുക. NCC C ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കൊടുക്കണുണ്ടോ മക്കളെ? നിർബന്ധമാണ്. ആധാർ കാർഡ് ഓർ എനി വാലിഡ് ഫോട്ടോ ID. ആധാർ കാർഡ് നിങ്ങൾക്ക് അറിയാം, ആധാർ നമ്പർ വെച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. മാക്സിമം എന്ത് ചെയ്യുക? ആധാർ കാർഡ് ഒന്ന് പുതുക്കുക. അതേപോലെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ആധാർ കാർഡിലെ ഡാറ്റയും നിങ്ങൾ എക്സാം, അതായത് നിങ്ങളെ 10ാം ക്ലാസ് SLC ബുക്കിലുള്ള ഡാറ്റ ഒരുപോലെ ആയിരിക്കണം എന്ന് കരുതി ആധാർ കാർഡ് എങ്ങനെയാക്കുക? SLC ബുക്കിൽ ഉള്ളതുപോലെ ആക്കുക. SLC ബുക്ക് തിരുത്തണമെങ്കിൽ നമ്മൾ എവിടെ പോകണം? തിരുവനന്തപുരം വരെ പോകണം. അത് കുറച്ച് പണിയാണ് കേട്ടോ. അപ്പൊ ആധാർ കാർഡ് അങ്ങനെ ആക്കി മാറ്റാം. ഇനി തെറ്റിക്കാതിരിക്കേണ്ട ഒരു കാര്യം, ഡിസ്ക്വാളിഫൈ ആവാറുള്ള വേറൊരു ഏരിയ ആണ് എന്ത്? റീസെന്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ കേട്ടോ. അതും ടേക്കൺ ആഫ്റ്റർ മാർച്ച് 25, മാർച്ച് 25 ശേഷം എടുത്ത ഒരു പ്രോപ്പർ കളർ ഫോട്ടോ ആയിരിക്കണം. ഓക്കെ, സൈസ് 10 KB മുതൽ 50 KB വരെയാണ്. അതൊന്നും ആവശ്യമില്ലെന്ന് അറിയാം. ഫ്രണ്ട് പോർട്രേറ്റ് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയുന്ന കാര്യമാണ്. റോസും പച്ചയൊന്നും വെച്ചിട്ട് വരാൻ നിൽക്കണ്ട. മിനിമൽ വൈറ്റിൽ ചെയ്യാം. അതായത് ബാക്ക് നിങ്ങള് ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യാം? വൈറ്റ് തന്നെ ചെയ്യാം. അതേപോലെ ഈ ഹെഡ് ഗിയർ നിങ്ങൾ തുപ്പിയൊന്നും വെക്കരുത്, സിക്കുകൾക്ക് ഒഴികെ അന്ന് വെക്കാൻ പാടില്ല എന്നാണ്. എന്നിട്ട് വൃത്തിക്ക്, ഞാൻ വീണ്ടും പറയാം, വൃത്തിക്ക് ഒരു സ്ലേറ്റ് ഇങ്ങനെ, ഇതിപ്പോ നിങ്ങളാണെന്ന് കരുതാം, ഇതിന്റെ മേലെ ഒരു നിങ്ങളെ നെഞ്ചത്തൊരു സ്ലേറ്റ് പിടിച്ചിട്ട് ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിലൊക്കെ എഴുതണം കേട്ടല്ലോ. അല്ലാതെ വെറുതെ എന്ത് ചെയ്യരുത്, വൃത്തിക്ക് ക്യാപിറ്റൽ ലെറ്ററിലും എഴുതാം. അതുപോലെ ഫോട്ടോ എടുത്ത ഡേറ്റും നിങ്ങൾ അവിടെ എഴുതണം കേട്ടോ. അതായത് ഇന്നത്തെ ഡേറ്റ് ആണെങ്കിൽ ഇന്നത്തെ ഡേറ്റ് എന്ത് ചെയ്യുക? ആ സ്ലേറ്റിൽ വൃത്തിക്ക്, അമലിനാണെങ്കിൽ അമൽ, ഇന്നത്തെ ഡേറ്റ് 28/10/24 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഡേറ്റ് വൃത്തിക്ക് എഴുതി വെക്കണം. എന്റെ അത്ര വൃത്തിയൊന്നും വേണ്ട, നിങ്ങൾ മിനിമൽ വൃത്തിക്ക് എഴുതിയാൽ മതി കേട്ടോ. പിന്നെ ലൈവ് ഫോട്ടോ എടുക്കാനുണ്ടാവും. അപ്ലിക്കേഷന്റെ പ്രൊസീജിയറൽ ടൈമിൽ ലൈവ് ഫോട്ടോ എടുക്കാനുണ്ടാവും. അത് നമ്മൾ പറഞ്ഞുതരാം എങ്ങനെയാന്നൊക്കെ. പിന്നെ ബ്ലേഡ്, ബ്ലാക്ക് ഷെയ്ഡ് ഓർ അൺക്ലിയർ ഫോട്ടോസ് മേ ലീഡ് ടു റിജക്ഷൻ. റിജക്ട് ചെയ്തിട്ടുണ്ട് ആൾക്കാരെ. അപ്പൊ എന്ത് ചെയ്യരുത്? വെറുതെ ബ്ലേഡ് ആയിട്ടുള്ള ഫോട്ടോസിൽ ഒന്നും പോയി നിന്ന് കൊടുക്കരുത്. വൃത്തിക്ക് തന്നെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാം. മൊബൈൽ ഫോണിലൊക്കെ എടുക്കുന്ന ആൾക്കാർ നല്ല വൃത്തിയുള്ള ഏതെങ്കിലും ഐഫോണിലോ, അല്ലെങ്കിൽ ഐഫോൺ, ഞാൻ ഐഫോൺ വിരോധിയാണ്, അതുകൊണ്ട് ഐഫോൺ പറയില്ല, വലിയ മെച്ചമൊന്നുമില്ല. നിങ്ങൾ വെറുതെ EMI എടുത്ത് ഐഫോൺ എടുക്കാൻ പോകണ്ട. നല്ല വിവോന്റെ ഫോണൊക്കെ എടുത്ത് നല്ല പുട്ടിയുടെ അടിപൊളി ഫോട്ടോ കിട്ടും. നിങ്ങൾ എന്തിനാ ഈ ഐഫോണൊക്കെ എടുക്കുന്ന ലക്ഷങ്ങൾ കൊടുത്തിട്ട്? ഞാൻ അടുത്ത് നോക്കടാ. എൻട്രൻസ്, അതായത് എക്സാം ആണ് നമുക്ക്
നോക്കാനുള്ളത്. ഓക്കെ, ഇന്ത്യൻ നേവിന്റെ എൻട്രൻസ് ടെസ്റ്റ് നോക്കടാ. പേപ്പർ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും. ടോപ്പിക്സ് നോക്കടാ, സയൻസ്, മാത്തമാറ്റിക്സ്, ജനറൽ അവയർസ്. ഇവിടെ നോക്കടാ, സയൻസ് വേറെ തന്നെയാണ്. സാധാരണ നമ്മൾ സയൻസ് എവിടെ ഉണ്ടാവുക, ജനറൽ അവയർനെസിന്റെ കൂടെ. ഇവിടെ അങ്ങനെയല്ല, സയൻസ് വേറെ തന്നെയാണ്. മൊത്തത്തിൽ 50 ചോദ്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതമാണ് ഉണ്ടാവുക. ആർമിക്ക് 2 മാർക്കാണെന്ന് ഓർക്കണം, ഇവിടെ 1 മാർക്കേ ഉള്ളൂ. 30 മിനിറ്റ് ആണ് ടൈം ഉണ്ടാവുക. കഴിഞ്ഞ വർഷം MR എഴുതിയ പിള്ളേരെ മെയിൻ പ്രശ്നം എന്തായിരുന്നു അറിയോ? ഈ 30 മിനിറ്റ് കൊണ്ട് 50 ചോദ്യങ്ങൾ എഴുതി തീർക്കാൻ പറ്റിയില്ല. പിടികിട്ടിയോ? അതായത് ഇവിടെ നിങ്ങൾ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കണം. ക്വസ്റ്റ്യൻ വായിക്കുക, ഉത്തരം എഴുതുക, വായിക്കുക, ഉത്തരം എഴുതുക, ആ ലെവലിൽ എത്തണം. 30 സെക്കൻഡോടൊക്കെയാണ് നിങ്ങൾ ഒരു ഉത്തരം എഴുതേണ്ടി വരിക. അപ്പൊ ശരിക്കും ആലോചിച്ചോണം, ഇവിടെ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്താൽ ടൈമിൽ എത്താൻ പറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, MRന്റെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്ത് നോക്കടാ, മാർക്കിംഗ് സ്കീം. 1 മാർക്കാണ് എന്ത് ചെയ്യുന്നത്, ഒരു ശരി ഉത്തരത്തിനുള്ളത്. 0.25 മാച്ച് നിങ്ങൾ കറക്കി കുത്തുന്ന എല്ലാത്തിനും കുറയും. അതായത് 0.25 എന്ന് പറഞ്ഞാൽ നിങ്ങൾ 4 മാർക്ക് വെച്ചിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ കറക്കി കുത്തുന്ന എല്ലാത്തിനും കുറയും കേട്ടോ. ഇനി ഒബ്ജക്റ്റീവ് ആയിരിക്കും, അതുപോലെ തന്നെ ക്വസ്റ്റ് ലെവൽ 10th ലെവലായിരിക്കും കേട്ടോ. ലാംഗ്വേജ് ഓഫ് എക്സാം ഇംഗ്ലീഷോ ഹിന്ദി ഉണ്ടാവുക, മലയാളം ഉണ്ടാവില്ല. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയാനുള്ളത്. നമുക്ക് സിലബസ് നോക്കാം. നോക്കോ, സിലബസ് നോക്കടാ. ഇവിടെ നിങ്ങൾക്ക് ബയോളജി കാണാൻ പറ്റൂല. അതുകൊണ്ട് നേവിക്ക് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ കണ്ണും കൂട്ടി പറയും, സ്കിപ്പ് ബയോളജി കേട്ടോ. ബയോളജിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ടാവില്ല. ബട്ട് നിങ്ങൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തത് ഫിസിക്സിലാണ്. ഫിസിക്സ് നോക്കടാ, നാച്ചർ ഓഫ് മാറ്റർ, അതുപോലെ തന്നെ ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷൻ, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ, വർക്ക് എനർജി ആൻഡ് പവർ, മെഷർമെന്റ്സ് ഇൻ സയൻസ്, സൗണ്ട് വേവ് ആൻഡ് വേവ് മോഷൻ, ഇലക്ട്രിസിറ്റി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ്. പിന്നെ അറ്റോമിക് സ്ട്രക്ചർ ഉണ്ടാവും. കെമിസ്ട്രി നോക്കണം, അറ്റോമിക് സ്ട്രക്ചർ ഉണ്ടാവും. അതുപോലെ തന്നെ ഹീറ്റ് ഉണ്ടാവും, ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ ഉണ്ടാവും. മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്, അസ്ട്രോണമി, യൂണിവേഴ്സ്, പ്ലാനറ്റ്, സാറ്റലൈറ്റ്, സൺ എക്സെട്ര. അതായത് യൂണിവേഴ്സിനെ പറ്റിയ ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മാത്തമാറ്റിക്സ് നോക്കടാ, മാത്തമാറ്റിക്കൽ സിംപ്ലിഫിക്കേഷൻ, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, സിമ്പിൾ മെൻസുറേഷൻ, ജിയോമെട്രി, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മീഡിയൻ, ആവറേജ്, മോഡൽ കണ്ടില്ലാത്തൊക്കെയാണ്, പേടിക്കണ്ട. അൽജിബ്രായിക് ഐഡന്റിറ്റീസ് ഉണ്ടാവും, സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ഉണ്ടാവും, ഇൻട്രസ്റ്റ് ഉണ്ടാവും, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടാവും, പെർസെന്റേജ് ഉണ്ടാവും, വർക്ക് ആൻഡ് ടൈം ഉണ്ടാവും, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ഉണ്ടാവും, ലീനിയർ ഇക്വേഷൻസ് ഉണ്ടാവും, പോളിനോമിയൽസ് ഉണ്ടാവും, ബേസിക് ട്രിഗ്നോമെട്രിക് ആണ് കേട്ടോ. ഇനി ജനറൽ അവയർനെസ് സിലബസ് നോക്കണം. ജോഗ്രഫി ഒക്കെ സിമ്പിൾ ആണ്, അത് ഞാൻ പറയുന്ന മാത്രം പഠിച്ചാൽ മതി. അവാർഡ്സ് ആൻഡ് ഓതേഴ്സ് അതും പ്രശ്നമില്ല, നമ്മൾ 4 പേജ് തരാം, അതങ്ങ് കാണാൻ പഠിച്ചോ. പിന്നെ സ്പോർട്സ് ചാമ്പ്യൻസ് അത് സെറ്റാ. കറണ്ട് അഫയേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ മലയാളം പേപ്പർ വായിച്ചാൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് കിട്ടൂല. നിങ്ങൾ എഴുതാൻ പോകുന്നത് സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആണ്. അതുകൊണ്ട് മലയാളം പേപ്പർ വായിച്ചിട്ട് കാര്യമില്ല. ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ എക്സ്പ്രസ്, അതുപോലെ ഹിന്ദു, അങ്ങനത്തെ പേപ്പറിൽ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക. അല്ലാതെ ഈ മനോരമയും മാതൃഭൂമിയും വായിച്ചിട്ട് ഇതിന്റെ കറണ്ട് അഫയേഴ്സിനെ പറ്റി ഒരു ബോധം കിട്ടുന്ന വെറുതെയാണ് കേട്ടോ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കാരണം ഇവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയക്കാരെ കുറ്റം പറയാതെ ജനങ്ങൾക്ക് ക്വാളിറ്റി ആയിട്ടുള്ള സാധനം ഒന്നും കൊടുക്കുന്നതായിട്ട് നിലവിൽ ഞാൻ കാണുന്നില്ല. ഞാൻ പറയുന്നത് ഇന്റർവ്യൂ ഇല്ലാത്ത എക്സാംസ് ആണെന്നും കൂടി അറിയണം. മറ്റൊരു നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്റർവ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന എക്സാമിന് നിങ്ങൾക്ക് നിങ്ങൾ നാട്ടിലെ റെലവെന്റ് ഇഷ്യൂസിനെ പറ്റി നല്ല ബോധ്യം ഉണ്ടാവണം. ഇനി മോണ്യുമെന്റ്സ്, കൾച്ചർ ആൻഡ് റിലിജിയൻ. ഇവിടെ ഞാൻ എന്താ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്, എങ്ങനെ സിമ്പിൾ ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാന്ന് അല്ലെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയണേ, അല്ല ഞാൻ പേപ്പറുകൾ വായിക്കണ്ട എന്നല്ല പറഞ്ഞത്. നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു എക്സാം ക്രാക്ക് ചെയ്യാന്നുള്ളത് പറഞ്ഞു തരാനാണ് ഞാനുള്ളത്. ഓക്കെ, ഇനി ഇത്രയാണ് ഇതിന്റെ സിലബസ് വരുന്നത് കേട്ടോ. ജനറൽ അവയർനെസ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മാത്സ് ഇത് ഞാൻ പറയുന്ന മാത്രം പഠിച്ചാൽ മതി, അതെന്റെ ഉറപ്പാണ് കേട്ടോ. ബാക്കിയുള്ള ഏരിയകളിൽ നമുക്ക് മാത്സിനാണെങ്കിൽ സയൻസ് സാർ ഉണ്ട്, സയൻസ് സാർ സെറ്റാണ്. അതുപോലെ തന്നെ മുബഷീർ സാറും അതുപോലെ തന്നെ സായി ടീച്ചറൊക്കെ എന്തിനുണ്ട്, ഫിസിക്സിനുണ്ട്, അത് നമുക്ക് സെറ്റാക്കി എടുക്കാം. അവരൊക്കെ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് അടുത്ത കടമ്പ. അതായത് നിങ്ങൾ വൃത്തം കഴിഞ്ഞ് നേരെ പോകണം എങ്ങട്ടാ, ഫിസിക്കലിന് എത്തുന്ന സമയത്ത് 1.1 കിലോമീറ്റർ അങ്ങ് ഓടിക്കും നിങ്ങളെ കൊണ്ട്. അത് 6 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഓടിക്കയറണം. അതും ആൺകുട്ടികളാണെങ്കിൽ 6 മിനിറ്റ് 30 സെക്കൻഡും, പെൺപിള്ളേരാണെങ്കിൽ 1.5 മിനിറ്റ് കൂടി കൂടുതൽ കിട്ടും, 8 മിനിറ്റ്. ഓക്കെ, സുഖമായിട്ട് ഓടിക്കയറാം കേട്ടോ മക്കളെ. ഇതൊരു നിങ്ങൾ രാവിലെ ഒരു 6 മണിക്കൊക്കെ എണീക്കുക. ബുദ്ധിമുട്ടാണെന്ന് അറിയാം, എന്നാലും എണീച്ചോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഓടാൻ പോവാ, അല്ലെങ്കിൽ നടക്കാൻ പോവാ. രാവിലെ പ്രകൃതിയിലൂടെ ഒന്ന് നടക്കുന്ന ഒരു സുഖ, കിളികളുടെ ശബ്ദവും എവിടെ ആരോടാ പോട്ടെ, നമ്മൾ വെറുതെ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് നടക്കാൻ പോണില്ല. അപ്പൊ പിന്നെ സ്ക്വാഡ്സ് ഉണ്ടാവും, 20 എണ്ണമാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് 15 എണ്ണമാണ് ഉണ്ടാവുക. പുഷപ്പ് ഉണ്ടാവും, 15 എണ്ണമാണ് ആൺകുട്ടികൾക്ക് ഉണ്ടാവുക, പെൺകുട്ടികൾക്ക് 10 എണ്ണം. പുഷപ്പ് ഒക്കെ സുഖമാണ്. നിങ്ങൾ രാവിലെ എണീച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ആദ്യത്തെ ദിവസങ്ങളൊന്നും നിങ്ങൾക്ക് പുഷപ്പ് അടിക്കാൻ പറ്റിയെന്ന് വരില്ല, വെറുതെ അങ്ങനെ നിൽക്കുക. കൈക്ക് ഇവിടെ സപ്പോർട്ട് കൊടുക്കുക, ബലം കൊടുക്കുക. ഇതൊക്കെ ഒന്ന് ഉറക്കട്ടെ കൈയൊക്കെ കേട്ടോ.
അതായത് വെറുതെ നിങ്ങൾ നിന്നാൽ മതി ആദ്യത്തെ കുറച്ച് സമയം. ആദ്യം തന്നെ പോയിട്ട് 10 ഒന്നും ആരെ കൊണ്ടും പറ്റത്തില്ല. നിങ്ങൾ കൈക്ക് ബലം കൊടുത്ത് മെല്ലെ മെല്ലെ നിങ്ങളെ സ്ട്രെങ്ത് കൂട്ടിയിട്ട് വരാം. പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നാണ്. ഓക്കെ, ഇനി ബെന്നി സിറ്റ്സപ്സ് ഉണ്ടാവും. 15 എണ്ണമാണ് ആൺകുട്ടിയൊക്കെ ഉണ്ടാവുക, 10 എണ്ണമാണ് പെൺകുട്ടിയൊക്കെ ഉണ്ടാവുക. പിന്നെ മിനിമം ഹൈറ്റ് വേണ്ടത് ആൺകുട്ടിക്ക് 157, പെൺകുട്ടിക്ക് 157. ഹൈറ്റ് കുറവുള്ള കുറെ പിള്ളേരുണ്ട് ആർമി എന്ന് പറഞ്ഞ ലക്ഷ്യം വെച്ചിട്ട്. എടാ, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഏരിയ MR ആണ്. കാരണം എന്താ, നിങ്ങളെ ഹൈറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് 160 താഴെയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും? ആർമി MR ഉം ആർമി നേവി SSR ആയിരിക്കും. ഓക്കെ, അപ്പോ നമ്മുടെ അഗ്നിവീറിന്റെ കോഴ്സിന്റെ കാര്യത്തിലേക്ക് ഞാൻ വീണ്ടും എത്തി. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 30 സ്റ്റുഡൻസ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ 30 പേര് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ 30 പേര് ഓൾറെഡി എൻറോൾ ചെയ്തു. ഇനി ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു B ബാച്ച് സ്റ്റാർട്ട് ചെയ്യാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം. ഓൾറെഡി നമുക്ക് ഉദ്ദേശിച്ച 30 പേരായിട്ടുണ്ട്. നമ്മളെ മാക്സിമം കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേർക്ക് എന്ത് ചെയ്യാം, റിസൾട്ട് ഉണ്ടാക്കുക. അത് മാത്രമാണ് നമ്മൾ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എൻറോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, സെക്കൻഡ് ബാച്ചിലേക്ക് അവിടെ എത്ര പേരാണെങ്കിലും കുഴപ്പമില്ല. അവിടെ നമ്മളൊരു കണക്കൊന്നും വെക്കില്ല. മാക്സിമം പോയ 30, അത് എത്ര പേരാണെങ്കിലും നമ്മൾ എടുത്ത് ക്ലാസ് തരുന്നതാണ്. നമുക്ക് നിങ്ങൾ പാസ്സാവണം, അത്ര മാത്രം മതി. ഓക്കെ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ അതാണ് നമ്മൾ ആദ്യം നിങ്ങൾക്ക് തരിക. പിന്നെ നമ്മളെ വെബ്സൈറ്റിലൂടെയുള്ള പ്രോപ്പർ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളും കൂടി അനലൈസ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ വീണ്ടും പറയാം, MR ഒരു ചാൻസ് വേസ്റ്റ് ചെയ്യരുത്. വെറുതെ പോയിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് നോക്കുക. +2 പഠിക്കുന്ന പിള്ളേരോടാണെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. +2 കഴിഞ്ഞ് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഒരു ഫ്രീ ആയിട്ട് വീട്ടിൽ നിന്ന് പൈസ ഇട്ടിട്ട് ഒരു കൊച്ചി ട്രിപ്പ് അടിക്കുക. നേരെ കൊച്ചി അപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, കൊച്ചിയൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് പോര്. സിമ്പിൾ ആണ്, ചെക്കന്മാരെ കൊണ്ടൊക്കെ അപ്ലൈ ചെയ്തു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം എഴുത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, SSRന്റെ വീഡിയോ ആയിട്ട് ഞാൻ നാളെ തന്നെ വരാം. അതേപോലെ നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ വീഡിയോ നേവി വിളിച്ചിട്ടുണ്ട്, അത് ഞാൻ നാളെ തന്നെ ഇട്ടുതരാം. ഇട്ടില്ലെങ്കിൽ മറ്റന്നാൾ. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.